ഒന്നാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെ ഇന്ത്യ ശരിക്കും പഞ്ഞിക്കിട്ടിരിക്കുന്നു. അങ്ങനെ തന്നെ വേണം പറയാൻ. ഇന്ത്യക്കൊരു മെഗാ വിജയമാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. 2020 ക്ഷീണം മാറ്റാൻ പറ്റുന്ന പോലത്തെ ഒരു വിജയം തന്നെ ഇന്ന് കിട്ടിയിരിക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 258 റൺസിന് ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. നമുക്കറിയാം റോക്കോ അതുപോലെ ജസ്പ്രീത് ബുംറ ഇവർ തിരിച്ചു വന്നൊരു മത്സരമായിരുന്നു. 2020 വ്യത്യസ്തമാക്കി തന്നെ അതുകൊണ്ടാണ്. ബുംറയുടെ തിരിച്ചുവരവ് കിഡിലനായിരുന്നു. പവർ പ്ലേയിൽ വരിഞ്ഞു മുറുക്കി ഇംഗ്ലണ്ടിൻ്റെ അടിപൊളി ബാറ്റ്സ്മാൻമാരായ ബെൻ ഡക്കറ്റിനെയും ജേക്കബ് ബത്തലിനെയും പൂട്ടാന്ന് പറഞ്ഞാൽ എക്കോണമി വെച്ച് അടിപൊളിയായിട്ട് ബുംറ എറിയുന്നത് നമ്മൾ കണ്ടത് പവർ പ്ലേയിൽ. അങ്ങനെ തുടങ്ങി ഇംഗ്ലണ്ട് 258 റൺസിന് ഓൾ ഔട്ടാണ് ചെയ്തത്. ബുംറയ്ക്ക് വിക്കറ്റ് ഒരെണ്ണ കിട്ടിയുള്ളൂ എന്നിരുന്നാലും പക്ഷെ എക്കോണമി പറയാതിരിക്കാൻ വയ്യ. അത്ര മികച്ച എക്കോണമിയിലാണ് ബുംറ പന്തെറിഞ്ഞത്. അവർക്ക് വേണ്ടി ഇംഗ്ലണ്ടിൻ്റെ സൂപ്പർ സ്റ്റാർ ജോ റൂട്ട് 76 റൺസും അതുപോലെ ലിയാൻ ഡോസൺ 68 റൺസും ബെൻ ഡക്കറ്റ് 43 റൺസും നേടി. ഒരു സമയത്ത് ഇംഗ്ലണ്ട് 116 എന്ന നിലയ്ക്ക് തകർന്നതാണ്. അവിടെ നിന്ന് ഡോസണും ജോ റൂട്ടും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് 100+ പാർട്ട്ണർഷിപ്പാണ് അവർ 256 എന്ന ഭേദപ്പെട്ട സ്കോറിൽ എത്തിച്ചത്. തിരിച്ച് ബാറ്റിങ്ങിന് ഇറങ്ങുന്ന ഇന്ത്യയുടെ മുഴുവൻ പ്രതീക്ഷയും റോക്കോയിലായിരുന്നു. പക്ഷെ അവർ നിറമങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കണം, റോക്കോ ഇല്ലെങ്കിൽ എന്താ, നമുക്കൊരു പ്രിൻസ് ഉണ്ട്. ഇതാ നമ്മുടെ പ്രിൻസ് ശുഭ്മാൻ ഗിൽ തകർത്താടിയ മത്സരം. താരം പരിക്ക് പറ്റി ഹാംസ്ട്രിങ് ഇഞ്ചുറി മൂലം റിട്ടയർഡ് ആയിട്ടായി. എന്നിരുന്നാലും അദ്ദേഹം നേടി ഒരു 80 റൺസ്. പിന്നെ എന്നും പഴയ കേട്ടിരുന്ന വാഷിങ്ടൺ സുന്ദർ എന്തിനാണ് ടീമിൽ എന്ന സ്ഥാനം, അദ്ദേഹത്തിൻ്റെ ഹാഫ് സെഞ്ചുറി, കൂടെ അക്സർ പട്ടേലിൻ്റെ ഹാഫ് സെഞ്ചുറി. ഇവർ തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ് ഇന്ത്യ വിജയത്തിലേക്ക് എത്തിച്ചത്. ഒരു സമയത്ത് എന്താ പറയുക, കെയർലെസ് ആയിട്ട് ശ്രേയസ് അയ്യർ റൺഔട്ട് ആവുകയും കെഎൽ രാഹുലിൻ്റെ വിക്കറ്റ് പെട്ടെന്ന് പോവുകയും ചെയ്തപ്പോൾ ഇന്ത്യ ഒന്ന് പതറിയെങ്കിലും വാഷിങ്ടൺ സുന്ദറും അതുപോലെ തന്നെ അക്സർ പട്ടേലും ചേർന്ന് ഒരു 100+ റൺ പാർട്ട്ണർഷിപ്പ് അവരുണ്ടാക്കിയിട്ടാണ് ഇന്ത്യൻ ടീമിനെ വിജയത്തിലെത്തിച്ചത്. ഇരുവരും ഹാഫ് സെഞ്ചുറി നേടുകയും ചെയ്തു. അക്സർ പട്ടേൽ ബോളിങ്ങിലും തിളങ്ങിയിരുന്നു. 4 വിക്കറ്റാണ് ഇന്ന് ബോളിങ്ങിൽ താരം നേടിയത്. പ്രസിദ്ധ് കൃഷ്ണ എന്നും തല്ലി വാങ്ങി കൂട്ടുന്ന പ്രസിദ്ധ് കൃഷ്ണ ഇന്ന് 2 വിക്കറ്റ് എടുത്ത് തിളങ്ങി ഇന്ത്യക്ക് വേണ്ടി. പവർ പ്ലേയിൽ മികച്ച ബോളിങ്ങാണ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. അപ്പം നമ്മുടെ കുറച്ച് മത്സരം മാത്രം കളിച്ച് എക്സ്പീരിയൻസ് ഇത്തിരി കുറവുള്ള ബ്രാർ, അദ്ദേഹം ഇന്ന് 2 വിക്കറ്റ് എടുത്തു. അടിപൊളി പേസിലാണ് വന്നത്. അദ്ദേഹം ഹൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള ബോളിംഗ് ആയിരുന്നു. അദ്ദേഹമാണ് ഇംഗ്ലണ്ടിൻ്റെ ഓപ്പണർമാരെ 2 പേരും മടക്കിയത്. സോ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് നല്ലൊരു കൂറ്റൻ ജയമാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ജയത്തിന് വേണ്ടിയാണ് ഇന്ത്യ വെയിറ്റ് ചെയ്തിരുന്നത്. കാരണം 4 മത്സരങ്ങളിൽ നമ്മൾ 2020 അത്രയ്ക്ക് ഇംഗ്ലണ്ടിൻ്റെ നാണം കെടുത്തിയിട്ട് അതിനൊരു തിരിച്ചടിയാണ് ഇന്ന് തിരിച്ച് ഇന്ത്യ സംഘം കൊടുത്തിരിക്കുന്നത്. ഇനി 2 മത്സരങ്ങൾ ബാക്കിയുണ്ട്. ഒരെണ്ണം കൂടി ജയിച്ച് ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കി എന്താ പറയുക അഭിമാനം കാക്കാം. 3 ജയിച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന് തിരിച്ച് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് ഇംഗ്ലണ്ടിൽ നമുക്ക് തിരിച്ചു പോരാം. അപ്പോൾ എന്തായാലും റോക്കോ വന്നൊക്കെ ഒരു വളരെ വ്യത്യസ്തമായ മെൻറ്റാലിറ്റിയാണ് ഇന്ത്യൻ ടീമിൽ കാണുന്നത്. പ്രത്യേകിച്ച് കോഹ്ലിയുടെ സാന്നിധ്യം ക്യാപ്റ്റൻസിയിൽ ഗില്ലിന് ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നുണ്ട്. അടുത്ത മത്സരത്തിൽ ഇരുവർ ഫോം ആവുമെന്ന് നമുക്ക് വിചാരിക്കാം. ഇവരുടെ ചിറകിലേറി ഇന്ത്യ ജയിച്ചാൽ അതൊരു വേറെ ലെവലായി.